പ്രമാദമായ നിമിഷ തമ്പി വധക്കേസിൽ പറവൂർ കോടതിയിൽ സാക്ഷി വിസ്താരം പൂർത്തിയായി. 2018 കോളേജ് വിദ്യാർത്ഥിനി നിമിഷ തമ്പി അന്യസംസ്ഥാന തൊഴിലാളിയായ ബിജു മൊല്ല മോഷണശ്രമത്തിനിടെ കഴുത്തറുത്ത് കൊന്നത്. വെല്ലുമ്മയുടെ മാല പ്രതി പൊട്ടിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു കൊലപാതകം. ശ്യാംകുമാർ ചേർന്നു. ശ്യാം, വിചാരണഘട്ടം ഏകദേശം പൂർത്തിയാകുന്നു. ശിക്ഷാവിധിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? വിചാരണ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. എന്നാകും ശിക്ഷാവിധി പ്രഖ്യാപിക്കുക എന്നത് കോടതിയാണ് പ്രഖ്യാപിക്കേണ്ടത്. വിചാരണയിലും തെളിവ് ശേഖരണത്തിലുമൊക്കെ വലിയ ആത്മവിശ്വാസമാണ് പ്രോസിക്യൂഷൻ പുലർത്തുന്നത്. 2018 നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ആ കോളേജ് വിദ്യാർത്ഥിയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. മോഷണ ശ്രമം ചെറുക്കുകയും സ്വന്തം വല്യമ്മയെ ഉപദ്രവിക്കുന്നത് തടയാൻ ശ്രമിക്കുകയും ചെയ്തതോടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളി നിമിഷയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഇതേ അക്രമത്തിൽ നിമിഷയുടെ വല്യച്ഛനും പരിക്കേറ്റിരുന്നു. നിമിഷ കൊല്ലപ്പെടുകയായിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. ഇവരാണ് തെളിവുകൾ ശേഖരിക്കുകയും കൃത്യമായ ശാസ്ത്രീയ തെളിവുകളോടെ പ്രോസിക്യൂഷനെ വിചാരണഘട്ടത്തിൽ സഹായിക്കുകയും ഒക്കെ ചെയ്തത്. ആ വിചാരണ പൂർത്തിയായിരിക്കുന്നു. പ്രതിക്ക് നല്ല ശിക്ഷ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. സാക്ഷി വിസ്താരത്തിലൊക്കെ ഈ ആത്മവിശ്വാസം പ്രോസിക്യൂഷൻ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അടുത്ത ദിവസം തന്നെ പ്രതിയുടെ ശിക്ഷ എന്ന് വിധിക്കുമെന്ന് കോടതി പ്രഖ്യാപിക്കും. സുഹൈൽ. ശരി, ശ്യാംകുമാറാണ് വാർത്ത വിശദാംശം നൽകിയത്. ശിക്ഷാവിധിയുടെ ദിനമടക്കമുള്ള കാര്യങ്ങൾ കോടതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കാം.